നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സിനിമാ മേഖലയിലെ അഴിമതികളും അവിടുത്തെ പ്രശ്നങ്ങളും പരിശോധിക്കാൻ വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ മുഖവുരയിൽ ജസ്റ്റിസ് ഹേമ പറയുന്ന ഒരു വരി ഓർമ്മ വരികയാണ്. ജസ്റ്റിസ് ഹേമ ആ റിപ്പോർട്ട് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? The sky is full of mysteries, with tinkling stars and beautiful moon. But scientific investigation revealed the stars do not tingle, nor the moon is beautiful. ഇത് പറഞ്ഞു വെച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമ ഒരു കാര്യം ആ മുഖവുരയിലെ മൂന്നാമത്തെ വരിയിൽ നമ്മോടൊക്കെ അല്ല ലോകത്തോടൊക്കെ പറയുകയാണ്. ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് ഓൾ യു സീ, ഈവൻ സാൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ എന്നാ പറയും. ഹേമ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ അതിന്റെ സംഗ്രഹം ഒന്ന് മലയാളത്തിലേക്ക് മൊഴി മാറ്റുകയാണ്. ജസ്റ്റിസ് ഹേമ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ആകാശം താരനിബിഡമാണെന്നാണ്. താരനിബിഡമായ ആകാശം എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പിളിയമ്മാമന് വളരെ കൂടിയ സൗന്ദര്യമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിലും സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ തെളിയിച്ചിരിക്കുന്നത് ദി സ്റ്റാർസ് ഡു നോട്ട് ടിങ്കിൾ നോർ ദ മൂൺ ഈസ് ബ്യൂട്ടിഫുൾ. ഒരു ജസ്റ്റിസ് പറഞ്ഞതായതുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ജസ്റ്റിസ് ഹേമ താരങ്ങളുടെ സംഘടനയായ അമ്മയടക്കം അനാലിസിസ് നടത്തിക്കൊണ്ട് നടത്തിയ ഒരു റിപ്പോർട്ടിന്റെ ആമുഖത്തിലാണിത് പറഞ്ഞത് എന്നോർക്കണം. എന്നിട്ട് അവര് പറഞ്ഞു, ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് ഓൾ യു സീ. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ പണ്ടേ പറയാറുണ്ട്. ജസ്റ്റിസ് ഹേമ പറഞ്ഞു, പുറമെ കാണുന്നതെല്ലാം നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അതിനവര് തെളിവായി പറയുകയാണ്, ഈവൻ സാൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ. കാഴ്ചയിൽ ഉപ്പും പഞ്ചസാരയും ഒരേ കളറാണല്ലോ. ഉപ്പിനെ പഞ്ചസാരയാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ, പഞ്ചസാരയെ ഉപ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുകൂടിയാണ് അവർ പറയുന്നത്. അതെ, ഞാൻ അതിനടിവരയിടുകയാണ്. പ്രിയപ്പെട്ടവരെ, സാങ്കേതികമായി ശാസ്ത്രീയമായി നമ്മൾ വളരെ മുന്നേറുമ്പോൾ ലോകത്ത് സമാധാനം, സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം ഇതൊക്കെ വർദ്ധിച്ചു വരും എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. എന്റെ പ്രസംഗത്തിന്റെ തൊട്ടുമുമ്പ് സംസാരിച്ച ബഷീർ മാസ്റ്റർ, അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിളിലേക്ക് ചെറിയൊരു സൂചന നൽകുന്നതാണ് ഞാനിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കേട്ടത്. അദ്ദേഹം ഊന്നൽ കൊടുത്തത് ആ പ്രിയാമ്പിളിന്റെ തുടക്കം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഭാഗമായിരുന്നു എങ്കിൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് 9 അടിസ്ഥാന മൂല്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഊന്നിപ്പറയുന്നത് എന്ന കാര്യമാണ്. ഇന്ത്യ രാജ്യം സോവറിനാണ്, സോഷ്യലിസ്റ്റാണ്, സെക്യുലറാണ്, ഡെമോക്രാറ്റിക് ആണ്, മാത്രമല്ല ഒരു റിപ്പബ്ലിക്കുമാണ് എന്ന് ഊന്നിപ്പറഞ്ഞ പ്രിയാമ്പിൾ തുടർന്ന് അങ്ങോട്ട് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും, അഥവാ ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷ, ലിംഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഈ ഭരണഘടന എല്ലാവർക്കും ഗ്യാരണ്ടി നൽകുന്ന 4 കാര്യങ്ങളാണ് പിന്നീട് ഉണർത്തുന്നത്. അഥവാ ഫ്രീഡവും അതുപോലെ തന്നെ ഇക്വാളിറ്റിയും ലിബർട്ടിയും എല്ലാം ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവസാനമായി ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇടയിൽ ഫ്രറ്റേണിറ്റി അഥവാ സാഹോദര്യം ഊട്ടിയുറപ്പിക്കാനും കൂടിയാണ് ഈ രാജ്യം ഒരു ഭരണഘടനാ റിപ്പബ്ലിക്കായി ദി ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഈ ഭരണഘടനയുടെ ശില്പികൾ തെരഞ്ഞെടുത്തത് എന്ന് പ്രിയാമ്പിളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട്
1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിലേക്ക്, ആ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അത് പാസാക്കാൻ വേണ്ടി കൊടുക്കുകയും അത് പാസാക്കപ്പെടുകയും 1950 ജനുവരി 26 ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. എന്തേ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടി പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് അടക്കം ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശങ്ങൾ കൊടുത്തിട്ടും എന്തേ ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതാധിഷ്ഠിത രാഷ്ട്രം എന്ന് പറയാതെ ഈ രാജ്യം ഒരു സെക്യുലർ രാഷ്ട്രമായിരിക്കണം, ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരിക്കണം, ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവർക്ക് ലിബർട്ടിയും ഇക്വാളിറ്റിയും ഉണ്ടായി കൊടുക്കണം, അവർക്കിടയിൽ എല്ലാം നമ്മൾ പ്രചരിപ്പിക്കുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് ഫ്രറ്റേണിറ്റിയാണ് എന്ന് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ പറയാനുണ്ടായ കാരണം എന്താണ്? ആ കാരണമാണ് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ആ കേസിൽ ബഹുമാനപ്പെട്ട നമ്മുടെ അപെക്സ് കോർട്ട്, നമ്മുടെ സുപ്രീം കോടതി കൃത്യമായി ഊന്നിപ്പറഞ്ഞത് ഈ രാഷ്ട്രം നിലനിൽക്കുന്നത് ഈ പറയപ്പെട്ട പില്ലറുകളുടെ മുകളിലാണ്. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്. ഒരു തരത്തിലും അമെന്റ് ചെയ്യാൻ പാടില്ല എന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ പ്രഖ്യാപിച്ച കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. കോടതി മറ്റു ഒരുപാട് കേസുകളിൽ, അഥവാ നമുക്കറിയാം AKG വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലും, അതുപോലെ തന്നെ മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലും മറ്റനേകം കേസുകളിൽ നമ്മുടെ സുപ്രീം കോടതി ഊന്നി പറയുകയുണ്ടായി, ഈ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ മറ്റേതെങ്കിലും മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയുടെ 15, 16 ആർട്ടിക്കിളുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയപ്പോൾ 14ാമത്തെ ആർട്ടിക്കിളിൽ വളരെ കൃത്യമായി എല്ലാവർക്കിടയിലും ഇക്വാളിറ്റി വേണം എന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുത്തിക്കൊണ്ട് പാർട്ട് 3 ആയിക്കൊണ്ട്, അഥവാ ജുഡീഷ്യൽ റിവ്യൂവിന് അവസരം നൽകിക്കൊണ്ട് നമ്മുടെ ഭരണഘടന പ്രഖ്യാപിച്ചു. എങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ ഭരണഘടനാ ശില്പികൾ കണ്ടത് നമ്മുടെ ഈ രാജ്യത്ത് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഈ ലോകാവസാനം വരെ നിലനിൽക്കണം എന്ന ഒരൊറ്റ കാര്യമാണ്. ജനങ്ങൾക്കിടയിലൊക്കെ ഈ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്ന മെസ്സേജ് ആയിരിക്കണം നിലനിൽക്കേണ്ടത് എന്നാണ് നമ്മുടെ ഭരണഘടന. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മറ്റു പല ഭരണഘടനകളും അങ്ങനെയല്ല. ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അമേരിക്കൻ ഭരണഘടനയിൽ അവർ മിനിയാന്ന് വെനിസുലയിൽ നടത്തിയ അക്രമത്തെപ്പറ്റി അമേരിക്കൻ ഭരണഘടനയുടെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ അത് ശരിയാണ്. കാരണം അമേരിക്കയിലേക്ക് ആരെങ്കിലും ലഹരി കടത്തി അമേരിക്കക്ക് അപകടമാണ് എന്ന് അമേരിക്കക്കാർക്ക് തോന്നിയാൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കിന് അവർക്ക് അവകാശമുണ്ട് എന്നാണ് അമേരിക്കൻ ഭരണഘടന പറയുന്നത്.